ഹലോ ഗൈസ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന ഒരു ടോപ്പിക്, അതായത് റെഡ് ടീം അല്ലെങ്കിൽ ബ്ലൂ ടീം. ഫസ്റ്റ് തിങ്, ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കണം. ഏത് സൈഡിലേക്ക് പോകണം? റെഡ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫൻസീവ് സൈഡ്, ബ്ലൂ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ് സൈഡ്. പിന്നെ പർപ്പിൾ ടീമിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ഇതും കൂടെ ഉണ്ട്. ബട്ട് അത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ട് വരും. ബട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസിയേഷനാണ്. എന്നിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കുക ഏത് സൈഡിലോട്ട് നിങ്ങൾക്ക് പോകണം. ഓക്കെ, അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ്. ഞാനൊരു ബ്ലൂ ടീമറാണ്. ഞാൻ ഡിഫെൻസീവ് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിൽ സോക്ക്, അതായത് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ബ്ലൂ ടീമിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. സോ നിങ്ങൾ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റായിട്ട് ഒരു കരിയർ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ഞാൻ കൂടുതൽ കണ്ടൻസ് ആയിട്ട് ഞാൻ ഈ ചാനലിലിടാം. ബിക്കോസ് ഓൾറെഡി ഇഷ്ടംപോലെ ഹാക്കിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കോഴ്സുകൾ അല്ലെങ്കിൽ ചാനൽസ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാനൊരു ബ്ലൂ ടീം സൈഡ് നോക്കുമ്പോൾ അങ്ങനെ ചാനൽസ് കണ്ടിട്ടില്ല. പ്രോപ്പർലി ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ചാനൽ. ജസ്റ്റ് കുറേ കണ്ടൻറ്റ് പറയുന്നല്ലാതെ ഒരു റിയാലിറ്റിയിൽ എന്താണ് ഒരു ബ്ലൂ ടീം സൈഡിൽ എന്താണ് ഉണ്ടാവുകയെന്ന് ആരും പറയുന്നില്ല. സോ അതാണ് എൻ്റെ മെയിൻലി ഈ ചാനൽ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, സോ അധികം സമയം കളയുന്നില്ല. ഐ എം ഡയറക്ട്ലി ഗോയിങ് ടു ദ ടോപ്പിക്. സോ ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് റെഡ് ടീം ആൻഡ് ബ്ലൂ ടീം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ ക്യാമറ ഓക്കെ. സോ റെഡ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ അറ്റാക്കേഴ്സ്. അതായത് ഒരു ഹാക്കറാണ് റെഡ് ടീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതൊരു ഓത്തറൈസ്ഡ് ഹാക്കറാണ്. ഒരു കമ്പനി നമ്മളെ എംപ്ലോയ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓത്തറൈസേഷൻ കൊണ്ട് നമ്മളൊരു സിസ്റ്റത്തിലെ ഒരു നെറ്റ്വർക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറുക അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് കയറുക. അതാണ് മെയിൻലി റെഡ് ടീമേഴ്സ് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഹാക്കർ ആ സിസ്റ്റം അല്ലെങ്കിൽ കമ്പനിയെ ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു റെഡ് ടീമർ ഒഫീഷ്യലി അതിനകത്തെ വൾണറബിലിറ്റീസും ഫ്ലോസും ഒക്കെ കണ്ടുപിടിച്ച് ഒരു റിപ്പോർട്ടാക്കി ആ കമ്പനിക്ക് കൊടുക്കണം. സോ സിംപ്ലി ദേ ആർ ഹാക്കേഴ്സ്, ബട്ട് ഒഫീഷ്യലി ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ അല്ല. അതായത് ഒരു ഒരു മലീഷ്യസ് ഇൻറ്റൻറ്റോടെ ചെയ്യുന്നതല്ല, പകരം കമ്പനി എംപ്ലോയ് ചെയ്ത് ഹാക്ക് ചെയ്ത് കയറുന്നതിനാണ് റെഡ് ടീമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബ്ലൂ ടീമേഴ്സ്. ബ്ലൂ ടീം എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഓപ്പോസിറ്റ്. ദേ ഡിഫെൻഡ്. ആ ഒരു സിസ്റ്റത്തെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാമോ അത് ചെയ്യുന്ന ആൾക്കാരെയാണ് ബ്ലൂ ടീം എന്ന് പറയുന്നത്. നമ്മളൊരു ഹാക്കിംഗ് നടക്കാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് നമ്മളെല്ലാം സിസ്റ്റംസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ ഇനി എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അതേപോലെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് കൊടുക്കും. സോ ഇത് രണ്ടുമാണ് ബേസിക്കലി ഒരു റെഡ് ടീം ഒരു ബ്ലൂ ടീം ഡിഫറൻസ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് റെഡ് ടീമേഴ്സ് ചെയ്യുന്നത്? നമ്പർ 1, സിംപ്ലി പെനിട്രേഷൻ ടെസ്റ്റിംഗ്. പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്ത് കയറുക. സിംപ്ലി അതാണ്, പെനിട്രേറ്റ് ചെയ്ത് കയറുക. ഓരോ നെറ്റ്വർക്കിലേക്ക് പല ടെക്നിക്സ് ഉപയോഗിച്ച്, പല ടൂൾസ് ഉപയോഗിച്ച് യു ഹാവ് ടു പെനിട്രേറ്റ് ഇൻ ടു ദ സിസ്റ്റം. സോ അത് ചെയ്യുന്നതാണ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് കൂടുതലും റെഡ് ടീമേഴ്സ് ചെയ്യുന്നത്. രണ്ടാമത്തേത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് വിച്ച് നമ്മുടെ ഒരു സൈക്കോളജി ഉപയോഗിച്ച് സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത് കയറുക. ഏതൊരു കമ്പനിയും ഹാക്കായിപ്പെട്ടിട്ടുള്ളതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ്. നമ്മളുടെ ഒരു ചെറിയ മണ്ടത്തരമാണ് ഒരു കമ്പനി, എൻറ്റയർ കമ്പനി ഹാക്ക് ആവുന്നത്. ഇപ്പോൾ സോണി ഹാക്കിംഗ് ആണെങ്കിലും, സോണിയൊക്കെ വലിയ ഹാക്കിംഗ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഡോക്യുമെൻ്ററീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഒരു ഫയൽ, ഒരു അറ്റാച്ച്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ എംപ്ലോയീസാണ് ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് സൈബർ സെക്യൂരിറ്റിയിൽ, അല്ലെങ്കിൽ മനുഷ്യരാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ലിങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ചെയ്യുക. അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ചെയ്തിട്ട് ആരെങ്കിലും അതിന് വിക്ടിമായി കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറ്റി കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളത് റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. വൺസ് നമ്മളൊരു സിസ്റ്റത്തിലേക്കോ ഒരു നെറ്റ്വർക്കിലേക്കോ ഹാക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ടൂൾസ് നമ്മൾ ഉപയോഗിച്ചു, അതിന് നമ്മൾ ഹാക്ക് ചെയ്യാൻ യൂസ് ചെയ്ത ടൂൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് വൾണറബിലിറ്റീസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെയാണ്, അതായത് ഒരു പ്രോപ്പർ റിപ്പോർട്ടായിട്ട് നമ്മൾ ഈ പെനിട്രേഷൻ ടെസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കമ്പനിക്ക് കൊടുക്കണം. സോ അതാണ് ഈ റിപ്പോർട്ട് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു റിയൽ എക്സ്പീരിയൻസ് എന്താണ്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഐ സി ദീസ് റെഡ് ടീമേഴ്സ്, പെനിട്രേഷൻ ടെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയൊരു ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ, ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് ഇതിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി നല്ലൊരു ഫീൽഡാണ്. ബിക്കോസ് ഡെയിലി പുതിയ പുതിയ അറ്റാക്സ് വരും, ഡെയിലി പുതിയ പുതിയ വൾണറബിലിറ്റീസ് വരും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഓക്കെ, സോ ലേണിംഗ് നമ്മൾ നല്ല രീതിയിൽ വേണം. പ്രത്യേകിച്ച് റെഡ് ടീമിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച ടെക്നിക്സ് യൂസ് ചെയ്താൽ മാത്രമേ പുതിയതായിട്ട് നമുക്ക് ഹാക്ക് ചെയ്ത് കയറാൻ പറ്റൂ. ബിക്കോസ് എവറി ഡേ ഇത് പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വൾണറബിലിറ്റീസ് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പാച്ച് ചെയ്യും. അപ്പോൾ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക്
ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ല നമ്മൾ ഫീൽഡ് ഔട്ടായി പോകും. രണ്ടാമത്തേതാണ് ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളൊരു സാധനത്തേക്ക് ഹാക്ക് ചെയ്ത് കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സോൾവിങ് എ പസിൽ. ഓക്കെ, അത് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന പോലെയല്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് കയറും, ഓരോന്ന് ഒരു കാരണം ബ്ലോക്ക് ആണെങ്കിൽ അടുത്തത് നമ്മൾ ഉപയോഗിക്കും, അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നുള്ളത് നമുക്കൊരു ഒരു ഒരു ഗോൾ ഉണ്ടാവും. ഒരു ഗോൾ നമ്മുടെ മുന്നിൽ ഫിക്സ് ആണ്, അതായത് എനിക്ക് ഈ നെറ്റ്വർക്കിലേക്ക് കയറണം, അതാണ് നമ്മുടെ ഗോള്. പക്ഷേ ഡിഫെൻസീവ് സൈഡിലൊരു ഗോളില്ല. നമ്മൾ ഡെയിലി മിഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ആണ്, അത് ഞാൻ പറയാം അടുത്ത സ്ലൈഡിലുണ്ട്. ബട്ട് ഇവർക്കൊരു സ്ട്രക്ചേർഡ് ഗോൾ ഉണ്ട്, അതാണ് ഈ ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെഷറബിൾ സക്സസ്. സക്സസ് എന്ന് പറയുന്നത് സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് കയറാൻ പറ്റുമോ, അതാണ് ഇവരുടെ സക്സസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോൺ സൈഡ് എന്തൊക്കെയാണ്, ഒരു ബാഡ് ആയിട്ടുള്ളൊരു സൈഡ്. ഒന്നാമത്തെ കാര്യം, പ്രഷർ ടു ഫൈൻഡ് വൾനറബിലിറ്റി വിത്തിൻ ഇവർക്കൊരു ഗൈഡിൽ ഒരു ഷെഡ്യൂൾ കൊടുക്കും. അത് ഒരു 2 months യു ഹാവ് ടു എൻ്റർ ഇൻ ടു സിസ്റ്റം ആൻഡ് ഫൈൻഡ് വൾനറബിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഡെയിലി, അല്ലെങ്കിൽ 2 months ഞാനൊരു അപ്രോക്സിമേറ്റ് കണക്ക് പറഞ്ഞാണ്, പക്ഷേ 2 months ഒന്നും ഉണ്ടാവില്ല, മാക്സിമം ഒരു 3 weeks ഒക്കെ കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഒരു ഫുൾ റിപ്പോർട്ട് തയ്യാറാക്കണം, എന്നിട്ട് വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കണം. ആൻഡ് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് ദേ വിൽ ആസ്ക് ഓക്കെ നമ്മുടെ സിസ്റ്റം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഇതിൽ വേറൊരു കോൺസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ടാസ്ക്കാണ്. ഓക്കെ, ഡെയിലി നമ്മൾ സാധനം ചെയ്യുന്നു, റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, ഡെയിലി ചെയ്യുന്നു. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അത്ര ഒരു സ്റ്റൈലിഷ് അല്ല സത്യം പറഞ്ഞാൽ. നമ്മളൊരു സെറ്റ് ഓഫ് ടൂൾസ് ഉപയോഗിക്കും, അതിലേക്ക് കയറും, അടുത്ത കമ്പനി അല്ലെങ്കിൽ അടുത്ത ക്ലയൻറ്റിന് സെയിം കാര്യം ചെയ്യും, റിപ്പോർട്ട് ഉണ്ടാക്കും, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഒരു മോണോട്ടോണസ് ആയിട്ട് മാറും. പിന്നുള്ളത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് കയറുന്നത് തന്നെ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ജോബ്, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഈ റെഡ് ടീമിൽ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കമ്പനീസ് റെഡ് ടീമേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് അവർക്ക് സ്കിൽ സെറ്റ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഇപ്പോൾ ഒരു ഫ്രഷറായിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ യു ഹാവ് ടു ഷോ ഒരു പ്രോപ്പർ സ്കിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ അവർ നിങ്ങളെ ഹയർ ചെയ്യുള്ളൂ. അതേപോലെ കമ്പനീസ് ഓഫറിങ് റെഡ് ടീം എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പലപ്പോഴും എന്താ ചെയ്യുന്നത്, വലിയ കമ്പനികൾ അവരൊരു ടീമിനെ ഹയർ ചെയ്യും ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒരു കോൺട്രാക്ച്വൽ ബേസിസിൽ ഹയർ ചെയ്യും. അത് ചിലപ്പോൾ ഫ്രീലാൻസേഴ്സ് ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ജോബ് മാർക്കറ്റിൽ ഇഫ് യു ആർ ഹൈലി സ്കിൽഡ് നല്ല പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇഫ് യു ആർ ലൈക്ക് മോഡറേറ്റ്ലി സ്കിൽഡ് അല്ലെങ്കിൽ ഇതിലേക്ക് വരിക എന്നിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്കൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബ്ലൂ ടീമേഴ്സ് എന്താണ് ചെയ്യുന്നത്? സോ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, ബിക്കോസ് ഐ എം എ ബ്ലൂ ടീമർ. നമ്പർ 1, 24/7 നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഷിഫ്റ്റ് ഉണ്ട്, മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, അതിങ്ങനെ റൊട്ടേഷണലായിട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഫുൾ ടൈം വി ഹാവ് ടു ബി അലേർട്ട്. നമ്മളെല്ലാ സിസ്റ്റത്തെയും കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മളെല്ലാം ഇങ്ങനെ 1 by 1 ചെയ്യേണ്ട, ഇതിനൊക്കെ ടൂൾസ് ഉണ്ട്. ദേ വിൽ ഗീവ് അസ് നോട്ടിഫിക്കേഷൻ, നമുക്ക് ആ അലേർട്ട്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൽ മാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി. ബട്ട് വി ഹാവ് ടു ബി അവൈലബിൾ 24/7. രണ്ടാമത്തേത്, ഇൻസിഡൻസ് വരുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക. ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു റെസ്പോണ്ട് വിത്തിൻ ഒരു സ്പെസിഫിക് ടൈം. ആ ടൈം മാറിപ്പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചൊരു ടൈമിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രോബ്ലംസ് നടക്കാം. അപ്പോൾ കറക്റ്റ് ടൈം ആയി നമ്മൾ ഇൻസിഡൻസിന് റെസ്പോണ്ട് ചെയ്യണം. മൂന്നാമത്തേത്, ഡിഫൻസ് ബിൽഡ് ചെയ്യുക. നമ്മുടെ എല്ലാ നെറ്റ്വർക്കിലെ എല്ലാ കാര്യങ്ങളും ഒരു ഫുൾ പ്രൂഫായിട്ടിരിക്കണം. ഒരു വൾനറബിലിറ്റി ഉണ്ടാവാൻ പാടില്ല. എല്ലായിടത്തും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടാവണം. ബിക്കോസ് നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം, എന്തെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാച്ച് ചെയ്യണം. അതേപോലെ പുതിയ പോളിസീസ് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അതാണ് ഈ ബിൽഡ് ഡിഫൻസ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ സെക്യൂരിറ്റി പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹണി പോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സെറ്റപ്പ് ഉണ്ട്. ഐ വിൽ ടെൽ യു അബൌട്ട് ലേറ്റർ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നമ്മൾ സെക്യൂരിറ്റി പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നടന്ന അറ്റാക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഡൊമൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. സോ ഇതാണ് ഒരു ബ്ലൂ ടീമേഴ്സ് ആക്ച്വലി ഡു ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രോസ് കോൺസ് അത് രണ്ടും ഞാൻ ഇതിപ്പോൾ വായിക്കാണ്ട് തന്നെ പറയാം. നമ്പർ 1, നമ്മൾ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. ഏതൊരു കമ്പനിയുടെയും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് നമ്മളാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടീം. എല്ലാ കമ്പനിയുടെ ഫുൾ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൻ്റെ കംപ്ലീറ്റ് ലോഗ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. ആൾക്കാർക്ക് വരുന്ന ഇമെയിലിൻ്റെ ഡീറ്റെയിൽസ് നമുക്കുണ്ടാവും. അവരയക്കുന്ന ഇമെയിലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടീമാണ് നമ്മുടേത്. ആൻഡ് ഒരുപാട് പഠിക്കാനുണ്ടാവും.
അതേപോലെ നമ്മളൊരു റിയൽ കേസ്, ഒരു സൈബർ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതും നിങ്ങളുടെ ഒരു പ്രോസാണ്. അതായത് വൺസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. ഒരു സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾ കയറുന്നെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട്. ഒരുപാട് കമ്പനീസ് ഈ സോക്ക് ആവശ്യമായിട്ടുണ്ട്. ബിക്കോസ് ഏതൊരു കമ്പനിക്ക് ആവശ്യമാണ് അവരുടെ നെറ്റ്വർക്ക് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു സോക്കിൻ്റെ ആവശ്യമുണ്ട്, ഒരു സോക്ക് അനലിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് കമ്പയർഡ് ടു എ റെഡ് ടീമർ. പിന്നെ ഇതിൻ്റെ കോൺസ് ആണ് കുറച്ച് സീൻ. നമ്പർ 1, ഞാൻ പറഞ്ഞിട്ട് ഇതൊരു 24/7 എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ചില ആൾക്കാർക്ക് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നൈറ്റിൽ തന്നെ നമ്മൾ ഇറ്റ് ഹാസ് ടു ബി കോൺസ്റ്റൻ്റ്ലി അലേർട്ട്. നമുക്കൊന്ന് ഉറങ്ങാൻ പോകാനോ ഒന്നുമുള്ള ഒരു ചാൻസേ ഇല്ല. വി ഹാവ് ടു ബി വെരി 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 ലൈക്ക് അലേർട്ട് ആൻഡ് വെരി ഫുൾ കോൺസെൻട്രേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഷിഫ്റ്റിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ ഫോൾസ് പോസിറ്റീവ് ആയിട്ടുണ്ട് കേസുകളുണ്ടാവും. ചിലപ്പോൾ ഞാനൊരു സോഫ്റ്റ്വെയർ എൻ്റെ കമ്പനിയിൽ ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡ് ചെയ്തത് നമുക്ക് അലേർട്ടായിട്ട് വരും. ഒരു സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന നിലയിൽ നമുക്കറിയില്ല ആ ഒരു എംപ്ലോയി ഡൗൺലോഡ് ചെയ്തത് റിയൽ ആണോ അല്ലയോ എന്ന്. ഇതൊരു വലിയ കമ്പനി ആണെങ്കിൽ വെച്ച് നോക്കുക, ഒരു വലിയ MNC ആണെങ്കിൽ നമ്മുടെ ഒരു സെക്യൂരിറ്റി അനലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇഷ്ടം പോലെ ഇങ്ങനത്തെ അലേർട്ട്സ് വരും. ഏതെങ്കിലും ഒരു എംപ്ലോയി ഏതെങ്കിലും ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ അവരുടെ ജോബിന് റിലേറ്റഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോപ്പറാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. സോ ഈ ഫോൾസ് പോസിറ്റീവ് നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ ഭയങ്കര ടയർഡാവും. അപ്പോൾ റിയൽ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ എഫേർട്ട് അത്ര ഇടത്തില്ല. സോ ഫോൾസ് പോസിറ്റീവ് വളരെ ഒരു സീനായിട്ടുള്ള കാര്യമാണ്. പിന്നുള്ളത് നമ്പർ ഓഫ് പീപ്പിൾ. ഞാൻ പറഞ്ഞില്ലേ, സെക്യൂരിറ്റി ജോബ് ഇഷ്ടം പോലെ ഉണ്ട്, ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇഫ് യു ആർ എൻ്ററിങ് ഇൻ ടു സൈബർ സെക്യൂരിറ്റി, ഇതിപ്പോൾ നല്ലൊരു സമയമാണ്. ഇപ്പോൾ നിങ്ങളെ അവർ ഹയർ ചെയ്യും. കാരണം ഇപ്പോൾ എല്ലാ കമ്പനിയും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം സ്കില്ലാണെങ്കിൽ നിങ്ങളെ അവർ ഹയർ ചെയ്യും. കമ്പനി നിങ്ങൾ ലിങ്ക്ഡിനോ നൗക്കറിയോ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ജോബ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. ആൻഡ് യു ഹാവ് ടു ഹാവ് എ പ്രോപ്പർ ഗൈഡൻസ്. ഓക്കെ, അതാണ് ആവശ്യം. പിന്നെ അതെങ്ങനെയാണ് ചെയ്യുക, അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണോ, അത് ഒരു ടോപ്പിക്കാണ്. ഐ വിൽ ഡിസ്കസ് ലേറ്റർ ആക്ച്വലി. ബട്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു ബ്ലൂ ടീം റെഡ് ടീമിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് തിങ്, റെഡ് ടീം അല്ലെങ്കിൽ ബ്ലൂ ടീം അവർ ചെയ്യുന്നതിൻ്റെ ഒരു ഡെയിലി റിയാലിറ്റി എന്താണ്. റെഡ് ടീം മോണിറ്ററിങ് അല്ലെങ്കിൽ ബ്ലൂ ടീം ആൾക്കാർ ചെയ്യുക, അവരുടെ ഒരു ജസ്റ്റ് ഒരു മോർണിംഗ് ആഫ്റ്റർനൂൺ എന്ന രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. റെഡ് ടീം അവരുടെ ഫസ്റ്റ് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുക, എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ച് വേണം നമ്മൾ അതിലേക്ക് കയറാൻ, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കുക. പിന്നുള്ളത് പുതിയ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് ഉണ്ടോ, പുതിയ എന്തെങ്കിലും വൾനറബിലിറ്റീസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ, ആ വൾനറബിലിറ്റീസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഫ്ലോ ഉണ്ടോ, അതൊക്കെ ഒരു രാവിലത്തെ ഒരു ഇതിലായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഇനി ബ്ലൂ ടീമിൻ്റെ മോർണിംഗ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് കഴിഞ്ഞ ദിവസത്തെ വന്ന അലേർട്സിനെ പറ്റിയിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. എത്ര അലേർട്സ് വന്നിട്ടുണ്ട്, എത്ര ഫോൾസ് പോസിറ്റീവ് ആയിട്ടുണ്ട്, എന്തൊക്കെ നമുക്ക് പാച്ച് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ റെഡ് ടീമിൻ്റെ ഒരു ആഫ്റ്റർനൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പെനിട്രേറ്റ് ഇൻ ടു സിസ്റ്റം. അവർ പല രീതിയിൽ അവർ ഹാക്ക് ചെയ്യാൻ നോക്കും. എന്നിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കി എന്തൊക്കെ ഉപയോഗിച്ചു, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചു എന്ന് കൊടുക്കും. ഇനി ബ്ലൂ ടീമിൻ്റെ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ പുതിയ റൂൾസ് ഉണ്ടാക്കുക. ഇപ്പോൾ പുതിയൊരു അറ്റാക്ക് വന്നു, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു റൂൾസ് ഉണ്ടാക്കുക, ഏതെങ്കിലും യൂസറിന് ട്രെയിനിങ് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റ് ടീംസായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവർക്കൊരു സെക്യൂരിറ്റി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു കംപ്ലയൻസ് സെക്ഷൻ പോലെ അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബെറ്റർ ഏതായിരിക്കും? ഓക്കെ, ഇനി ഇഫ് യു ലൈക്ക് റെഡ് ടീമാണോ ബ്ലൂ ടീമാണോ? നമ്പർ 1, നിങ്ങൾക്കൊരു ഹാക്കർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി റെഡ് ടീമാണ് നിങ്ങളുടെ ഫീൽഡ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രഷറൊന്നുമില്ല, സ്വന്തമായിട്ട് ആലോചിച്ച് സ്വന്തമായിട്ടെല്ലാം പസിലൊക്കെ സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഒരു മൈൻഡാണെങ്കിൽ നിങ്ങൾ റെഡ് ടീം ചൂസ് ചെയ്യുക. നമ്പർ 1, നല്ലൊരു ചാലഞ്ചിങ് ഫീൽഡാണ്, അത്യാവശ്യം നല്ല ഹൈ പേ കിട്ടുന്ന ഒരു വർക്കും കൂടെയാണ്. ഇനി ബ്ലൂ ടീം. ഓക്കെ, പിന്നെ വേറെ കാര്യം, റെഡ് ടീം എന്ന് വെച്ചാൽ കുറച്ചൊരു ആക്റ്റീവ് ജോലിയാണ്. ഓക്കെ, നമ്മളൊരു സാധനത്തിലേക്ക് അങ്ങനെ അടിച്ച് കയറാൻ നോക്കുകയാണ്. പക്ഷേ ബ്ലൂ ടീം അങ്ങനെയല്ല. ബ്ലൂ ടീം കുറച്ചുകൂടെ റിയാക്റ്റീവ് ജോലിയാണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. വൺസ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ റിയാക്ട് ചെയ്യുള്ളൂ. ഓക്കെ, വൺസ് പ്രശ്നം വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് റെഡ് ടീം ഇറ്റ്സ് ലൈക്ക് ആക്റ്റീവ്ലി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇനി ബ്ലൂ ടീം നിങ്ങൾക്ക്
എപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ ഡിഫെൻസീവ് സൈഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള കരിയർ അല്ലെങ്കിൽ സ്റ്റേബിൾ ഒരു ഷെഡ്യൂളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്ലൂ ടീം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് പ്രഷർ ഇഷ്ടമാണ്, എനിക്കറിയില്ല ആർക്കായിരിക്കും പ്രഷർ ഇഷ്ടമെന്ന്, ബട്ട് ഇഫ് യു ലൈക്ക് പ്രഷർ, വർക്കിംഗ് അണ്ടർ പ്രഷർ, ബ്ലൂ ടീം ഈസ് ഫോർ യു. അതേപോലെ ടീം വർക്ക് ഇതിൽ നല്ല ആവശ്യമാണ്. റെഡ് ടീമേഴ്സ് ദേ ക്യാൻ ഡു ലൈക്ക് അലോൺ, സിംഗിളായിട്ടൊരു ചെയ്ത് കയറാൻ പറ്റും. പക്ഷേ ബ്ലൂ ടീമിലുള്ള ഒരു ടീം വർക്ക് നല്ല ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ബ്ലൂ ടീം സൈഡ്, അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് സൈഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഫസ്റ്റ് വൺ ഈസ്, നിങ്ങളൊരു ബ്ലൂ ടീം അല്ലെങ്കിൽ ഡിഫെൻസീവ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ബ്ലൂ ടീം സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ബ്ലൂ ടീം കോഴ്സ് എടുക്കുക, ഒരു കമ്പനിയിലൊരു സെക്യൂരിറ്റി അനലിസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്താവും, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആവും, ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് ആവും. അവിടെ നിങ്ങൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറ്റാക്സിനെ പറ്റി പഠിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഒരു സിസ്റ്റത്തെ പറ്റി പഠിക്കും. അതായത് ഒരു ഡിഫെൻസീവ് സൈഡിൽ എന്തൊക്കെ നമ്മൾ ചെയ്യും എന്ന് പഠിക്കും. എന്നിട്ട് ആ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾ റെഡിലേക്ക് കയറുക. ഓക്കെ, റെഡിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കമ്പനിയിൽ അവർ എന്തൊക്കെയാണ് ഡിഫെൻസിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ കയറി കഴിയുമ്പോൾ, ആൻഡ് യു ഓൾസോ നോ ഹൗ ടു ഹാക്ക് ഇൻ ദ സിസ്റ്റം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഹാവ് ഒരു ഫുൾ ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊക്കെ ചെയ്യും, ഒരു കമ്പനിയിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു, ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ബ്ലൂ, നിങ്ങൾക്കറിയാം ബ്ലൂ സൈഡിൽ അറിയാം എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളൊരു അറ്റാക്ക് വന്നാൽ ചെയ്യുന്നത്. സോ നിങ്ങൾ റെഡ് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ആൻഡ് യു ക്യാൻ ബി എ സ്റ്റാർ പെർഫോമർ. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നിങ്ങൾ ബ്ലൂയിൽ നിന്ന് റെഡിലേക്ക് പോവാം. പിന്നെ വൺസ് നിങ്ങൾ റെഡിലേക്ക് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാൻ വേണമെങ്കിൽ ബ്ലൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചൊരു മാനേജറിയൽ ലെവൽ, അങ്ങനെ ഒരു ടെക്നിക്കൽ, ഒരു പ്രൊഡക്റ്റ് ഓണർ അത് കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വിച്ച് വൺ സൂട്ട്സ് യു ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പർപ്പിൾ ടീമിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫൈനലി പറയുകയാണെങ്കിൽ രണ്ടും നല്ല ഫീൽഡുകളാണ്. ടെക്നിക്കലി ഞാനൊരു ബ്ലൂ ടീമറാണ്, പക്ഷേ രണ്ടും നല്ല ഫീൽഡാണ്. റെഡ് ടീമും അല്ലെങ്കിൽ ബ്ലൂ ടീമും നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് അത് നിങ്ങൾ ചൂസ് ചെയ്യണം. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, ഒരു ജോബ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബ്ലൂ ടീം ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊരു സ്കില്ല് ഉണ്ട്, അല്ലെങ്കിൽ ഹൈലി സ്കിൽഡാണ് ആൻഡ് നല്ലോണം ഈ കൺസെപ്റ്റൊക്കെ അറിയാം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ റെഡ് ടീം ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബേസിക്കലി റെഡ് ടീം അല്ലെങ്കിൽ ബ്ലൂ ടീം എന്ന് പറഞ്ഞ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ബ്ലൂ ടീം റിലേറ്റഡ് കണ്ടൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കണ്ടൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു, ബൈ.